2026 നിങ്ങൾക്ക് ചേരാൻ സാധിക്കുന്ന പുതിയൊരാൾ എന്നുള്ള നിലയ്ക്ക് ചേരാൻ സാധിക്കുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്, നിങ്ങളൊരു തുടക്കക്കാരനാണ് എന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു രീതി. ഹൈ റിസ്ക് ആയിട്ടുള്ള ഫണ്ടുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ടു ലോ റിസ്ക് ഉള്ള ഫണ്ടുകളിലേക്ക് നമ്മുടെ ഫോക്കസ് പതിയുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക കാറ്റഗറിയാണ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കുകളിലും കടപ്പത്രങ്ങളിലും ഒരു പ്രത്യേക അനുപാതത്തിൽ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉയരും, സ്റ്റോക്ക് മാർക്കറ്റ് താഴുമ്പോൾ ആ ഒരു നിരക്കിനനുസരിച്ച് താഴാതെ സ്റ്റേബിൾ ആയിട്ട് പോകുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ഈ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, ICICI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, എഡൽവൈസ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. ഈ ഫണ്ടുകൾ ഞാൻ ഉദാഹരണം കാണിക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ അവസ്ഥയ്ക്കും അനുസരിച്ച് വേണം നിങ്ങൾ ഫണ്ടുകൾ ചൂസ് ചെയ്യാനുള്ളത് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഇതൊരിക്കലും ഒരു ഫണ്ട് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കരുത്.